സ്നേഹാണല്ലോ, അതിനെന്തെങ്കിലും കുറവുണ്ടോ? ഇങ്ങനെ സ്നേഹിച്ചിട്ട് എന്താ കാര്യം? പട്ടികളോട് ഭയങ്കര സ്നേഹമാണല്ലോ. അവർക്ക് ഒരു പരാതിയില്ല. ഞാനിങ്ങനെ കൂട്ടിലടച്ച കിളിയെ പോലെ തിന്നും കുടിച്ചും സുഖമായിട്ടിരുന്നോളാ പറയുന്നത്. ഞാൻ ഒന്നും ചെയ്യണ്ട, കിച്ചണിൽ കേറി പോകരുതെന്ന ഉത്തരവ്. കൊള്ളാം. ഒരു വീട് മുഴുവൻ കൈകാര്യം ചെയ്ത് നീ എങ്ങനെ കൈ കെട്ടിയിരിക്കും? സേവനമാണല്ലോ പ്രീതമാമി നിന്നെ പഠിപ്പിച്ചിരിക്കുന്ന മാതൃക. ഇവിടെ ഞാൻ ആരെ സേവിക്കണ്ട. ഇങ്ങനെ വെറുതെ ഇരുന്ന് തുരുമ്പെടുക്കാൻ എനിക്ക് വയ്യ. ഞാൻ അങ്ങോട്ട് വരണോ? മനുവേട്ടൻ വന്നിട്ട് എന്നാ ചെയ്യാനാ? നിന്നെ തിരിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ. എങ്ങോട്ട്? എന്റെ ജീവിതത്തിലോട്ട്. ഒരു താലിച്ചരട്, പിന്നെ ഒരു കല്യാണ സാരി. തരമോനെ മനുവേട്ട. ഓ, സമയമില്ലെന്നാണോ? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. മനുവേട്ടനെ, എനിക്ക് കടപ്പാട്ടൂരിന്ന് പോണേ. ഞാനില്ലാത്തത് കൊണ്ട് കുട്ടികൾ തമ്മിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. മനുവേട്ടൻ ചെന്ന് എല്ലാരെയും കണ്ട് സംസാരിച്ചു കഴിയുമ്പോ റീചാർജ് ആയിക്കോളും. ഓ, ഞാനൊരു ചാർജറാണല്ലോ. ശരി, പോയിട്ട് വന്നിട്ട് വിളിക്കണേ, മറക്കല്ലേ? ഓ ഓക്കെ, ശരി, ബൈ. ഇന്ന് പുതിയ ഫോട്ടോസ് ഒന്നും വന്നില്ലല്ലോ. ഞാൻ ഓർത്ത് വന്നില്ലല്ലോന്ന്. ചേച്ചിക്കും വന്നില്ലല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്നും വന്നില്ലല്ലോ എന്നോർത്ത് സങ്കടം ഉണ്ടായിരുന്നു. അയ്യടാ, നിനക്കിട്ടില്ലെങ്കിലും ആദ്യം അലീന ചേച്ചി എനിക്ക് അയച്ചിട്ട് ബാക്കി ആർക്കും അയക്കും. അത് വിചാരിച്ചങ്ങ് ഇരുന്നാ മതി. അമ്മ, നിങ്ങൾക്ക് രണ്ടിനും പഠിക്കാനൊന്നുമില്ലേ? ഇങ്ങനെ രാവിലെ തന്നെ ഒരു ലൂസ് ടോക്സുമായിട്ട് മുൻവശത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണോ? അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സിലായി ഞങ്ങൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിദേശി വഴക്കിടല്ലേ? രണ്ടുപേരും പഠിക്കാനുള്ളത് കംപ്ലീറ്റ് തീർത്തോ? മിഡ് ടേം എക്സാം വരെയല്ലേ? ഞങ്ങളെ ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തതാ. ഭയങ്കര ബ്രേക്ക് ആണല്ലോ. ബ്രേക്ക് എടുക്കുന്നത് റെസ്റ്റ് എടുക്കാനല്ലേ? അതിനു പകരം വെറുതെ ഇരുന്ന് സംസാരിച്ച സമയം കളയണം. അമ്മേ, ഞങ്ങൾ ഇപ്പൊ പഠിക്കാൻ പോവാ. ഒരു 5 minutes കൂടെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ കാണിക്കും. ചായയും കോഫിയും എല്ലാം വേണം? എനിക്കൊന്നും വേണ്ട. എനിക്കും വേണ്ട. ചുമ്മാതെ ഇവിടെ ഇരുന്ന് സമയം കളയാതെ പൊയ്ക്കോണം പഠിക്കാൻ. ഓരോ കാരണം നോക്കിയിരിക്കുക, പഠിക്കാതിരിക്കുക. ആ ശരി. ഞങ്ങളോർത്തോ ഇനി മനുവേട്ടൻ ഇങ്ങോട്ട് കാണത്തേയില്ലാന്ന്. ഇവിടെ ആരോ അല്ലേ അല്ലേ കൃഷ്ണൻ? അതൊരു ഭയങ്കര ആലോചനയായി പോയി കേട്ടോ. പിന്നെ കൃഷ്ണമോളം ഉള്ളോണ്ട് വരാന്ന് വെച്ചു അല്ലേ? അത് കറക്റ്റ്. ഇവിടെ ദുഷ്ട. എന്റെ വീട്ടിൽ കേട്ടു. വാ വാ. അതൊക്കെ ഇരിക്കട്ടെ. അങ്ങളെ രോഹിത് എന്തേ? രണ്ടുപേരും റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അങ്ങളും ആന്റിയും സംസാരം വല്ലതും ഉണ്ടോ? അമ്മ കോലിട്ട് കിള്ളി കിള്ളി അച്ഛൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. ഒരു തവണത്തെ ക്ഷീണം ഒരാഴ്ച വരെയൊക്കെ നിൽക്കാറുണ്ട്. അങ്ങനെ ഒരു ചടങ്ങ് നടക്കാറുണ്ടല്ലോ. അങ്കിളൊന്ന് കാണണം. നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ ആണോന്ന് ചോദിച്ചാ അതെ, അല്ലേന്ന് ചോദിച്ചാ അല്ല. നമുക്കത് ഇരിക്കണല്ലോ. എന്നാ അകത്തെ ചായയും ചിപ്സും കിട്ടും. ചെന്നോ. ഞാന് അങ്കിളൊന്ന് കണ്ടിട്ട് വരാം. നീ വന്നോ? അലീന ഇവിടെ ഇല്ലാത്തോണ്ട് നീ ഇനി ഇങ്ങോട്ട് വരികയില്ലെന്നാ ഞാൻ വിചാരിച്ചേ. ആന്റി ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണണം, അത്യാവശ്യം. നാക്കിന്റെ ചൊറിച്ചില് മാറ്റം പുതിയ എന്തോ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്റെ നാക്കിന്റെ ചൊറിച്ചില് മാറ്റാൻ നീ നോക്കിയാ പറ്റൂ? നിന്റെ അച്ഛൻ ശിവേട്ടൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല. നിന്റെ അമ്മ കമലെടുത്തേയും നോക്കി. സാധാരണ മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് ENT സ്പെഷ്യലിസ്റ്റിനെ കാണാന്ന് പറഞ്ഞത്. നീ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ പഠിപ്പിക്കാൻ നോക്കാണോ മനു? ഇത് ബാലേന്ദ്രങ്ങളെ വീടല്ലേ? ഈ വീടിന്റെ ഡോക്യുമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു പച്ച
പച്ച മലയാളത്തിൽ വീട്ടുടമസ്ഥന്റെ പേരായി എഴുതി വെച്ചിരിക്കുന്നത് ബാലചന്ദ്ര മേനോൻ എന്നാണ്. ഈ വീട്ടിലെ മറ്റാരും പേര് അതിലില്ല. ബാലേന്ദ്ര മേനോന്റെ വീടെന്ന് പറയുമ്പോ അത് അയാളുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടിയാ. ബാലേന്ദ്ര മേനോൻ ഭാര്യ ഉപേക്ഷിച്ചിട്ട് മാസങ്ങൾ പലത് കഴിഞ്ഞു. ആന്റി ഇവിടുന്ന് തോന്നുമ്പോ ഇറങ്ങിപ്പോയെന്ന് തോന്നുമ്പോ തിരിച്ചു വരികയും ചെയ്യുന്നേ. ബാലേന്ദ്ര മേനോൻ പറഞ്ഞിട്ടോ വിളിച്ചിട്ടോ അദ്ദേഹത്തിന് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടോ അല്ല. നിങ്ങൾക്കേ നിങ്ങളുടെ വില അറിയാത്തോണ്ടാ. അത് എങ്ങനെ നഷ്ടപ്പെട്ടെന്നോ എങ്ങനെ തിരിച്ചു കിട്ടുമെന്നോ നിങ്ങൾക്ക് അറിയത്തില്ല. ചുമ്മാ വില അറിയാത്തോണ്ടാ. അത് എങ്ങനെ നഷ്ടപ്പെട്ടെന്നോ എങ്ങനെ തിരിച്ചു കിട്ടുമെന്നോ നിങ്ങൾക്ക് അറിയത്തില്ല. ചുമ്മാ വിഡ്ഢിവേഷം കെട്ടി നടക്കുക. ഞാനല്ല വിഡ്ഢിവേഷം കെട്ടി നിൽക്കുന്നത്. നീയും നിന്റെ അങ്കിളും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുവാ. നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങളെ വെറുക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി നിങ്ങൾക്കുണ്ടോ ആന്റി? എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. അറിയത്തില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. ആന്റിക്ക് എന്തറിയാം പറ. അലീനെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിച്ചില്ല. അതിനെതിരെ എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു. അത് ആർക്കും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അതല്ലാതെ വേറെ ഒരു കാരണം ആന്റിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്റെ അച്ഛനും വല്യച്ഛനും കൊച്ചച്ഛനും മുത്തശ്ശിയും പോലും എന്തുകൊണ്ടാണ് ആന്റിക്കെതിരെ സംസാരിക്കുന്ന ആന്റി ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവരെല്ലാം ബാലേന്ദ്രന്റെ സൈഡായതുകൊണ്ട്. ആന്റി ഇങ്ങനെ പൊട്ടത്തി വേഷം കെട്ടല്ലേ. എല്ലാം അറിയാം. ഒന്നും അറിയാൻ പറ്റാത്ത പോലെ അഭിനയിക്കുവാണോ? സ്വന്തം അമ്മയും ആങ്ങളമാരും മക്കളും നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ല. നിനക്കറിയാമെങ്കിൽ നീ പറ. നീ വലിയ ബുദ്ധിമാനാണ്. അവർക്കെല്ലാം ആന്റിയുടെ പാസ്റ്റ് അറിയാവുന്നുണ്ടോ? എന്റെ പാസ്റ്റ്? എന്റെ പാസ്റ്റിന് എന്ത് പറ്റി? പറ, നീ തന്നെ പറ. എന്റെ പാസ്റ്റിന് എന്താ സംഭവിച്ചേ? ഒന്നും പറ്റിയില്ല. ആന്റി പണ്ട് ചിത്രശലഭത്തെ പോലെ പാറി പറന്നു നടന്നു. മാലാഖയെ പോലെ നിഷ്കളങ്കമായി ജീവിച്ചു. സകല പരിശുദ്ധിയോടും കൂടി വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഭർത്താവിനെ രാജാവിനെ പോലെ കണ്ട് സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിച്ചു. ശുഭം. നീ എന്നെ കളിയാക്കാൻ വേണ്ടി കയറി വന്നതാണ് രാവിലെ കൊണ്ട്? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഒരാള് വീട്ടിലോട്ട് വിസിറ്റ് വരുമ്പോ കുടുംബനാഥ എന്താണ് ചെയ്യേണ്ടത്? വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നവരാണെങ്കിൽ അയാളെ വെൽക്കം ചെയ്യണം, വേണ്ടേ? ഉപചാരങ്ങൾ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. കുടിക്കാൻ കൊടുക്കുക, ക്ഷേമാന്വേഷണം നടത്തുക, അങ്ങനെ. ആന്റി എന്നതാ ചെയ്തേ? വന്ന ഉടനെ കുത്തുവാക്ക്. അറിയില്ലാത്തോണ്ട് ഞാനും കൊണ്ട് വരത്തില്ലെന്ന്. നെഗറ്റീവ് നാക്കിൽ വന്ന് കുടിയേറി പാർക്കുക. അലീനെ വീട്ടിൽ നിന്ന് പോയി, പക്ഷേ ആന്റിയുടെ നാവിന്ന് മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എന്റെ മനസ്സിൽ നിന്ന് പോകത്തില്ലടാ. എന്റെ ജീവിതം ചവിട്ടി മെതിച്ചിട്ട് പോയവളാ. അവളെ ഞാൻ മറക്കത്തില്ല. മറക്കരുത്, ഇനി ആവശ്യം വരും. ഇനി അവളെ കൊണ്ട് എന്താ ആവശ്യം? അതും എനിക്ക്. ആവശ്യം വരും. അവൾ ഈ വീട്ടിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും. അലീന എന്നേക്കുമായിട്ട് ആന്റിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് വിചാരിച്ചേക്കരുത്. അങ്ങനെ അവൾക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല ആന്റി. ആന്റിക്ക് അവളെ നിസ്സാരമായിട്ട് എടുത്ത് കളയാനും പറ്റത്തില്ല. മനു, നീ എന്തുദ്ദേശം ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തൊക്കെയോ മനസ്സിൽ വെച്ച് പറയുന്ന പോലെ. ആന്റിക്ക് എല്ലാം മനസ്സിലാവുന്ന സമയം വരും. അതുവരെ ഇങ്ങനെ പോട്ടെ. ഞങ്ങളിന്ന് കണ്ടിട്ട് വരാം. ഓക്കെ? ഹലോ അങ്ങളെ, ഗുഡ് മോർണിംഗ്. ആ, മോർണിംഗ്. നിനക്കെന്താ വർക്കില്ലടാ? നൈറ്റാ? രാത്രി മുഴുവൻ ലാപ്ടോപ്പിലാണല്ലേ? രാത്രി ആകുമ്പോ ആരും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ജോലി ചെയ്യാലോ. രാവിലെ കിടന്ന് ഉറങ്ങണ്ടേടാ, ഇങ്ങനെ കറങ്ങി നടന്നാ മതിയോ? ഞാൻ ഒരു 11 മണിക്ക് കിടക്കും, 3 മണി വരെ ഉറങ്ങും. പിന്നെ വെളുപ്പിന് 4 മണി മുതൽ 7 മണി വരെ. ആ, അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ചെറുപ്പമായതുകൊണ്ട് ശരീരം താങ്ങും. അങ്ങനെ നിനക്ക് ജോലി ചെയ്തിട്ടില്ലേ നല്ല പ്രായത്തില്? എനിക്കതിനുള്ള ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെയാണോ നീ? വെയിലേറ്റ വഴി പോവും. അതൊക്കെ പോട്ടെ, ഞങ്ങള് സുഖം തിരക്കാൻ വേണ്ടി വന്ന ആന്റിയുടെ ക്ഷേമം അന്വേഷിച്ച് വന്നല്ലാന്ന്. എടാ, എത്രയായാലും നിങ്ങളൊക്കെ ഒരു കുടുംബക്കാരല്ലേ? കൈതക്കിൽ മാളിക വീട്. ഞാനല്ലേ അന്യൻ? ഞാനിപ്പോ ആന്റിയുടെ അടിയല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് കയറി വന്നേക്കുന്നത്. എന്നിട്ട് അങ്ങൾ ഇങ്ങനെയാണ് എന്നോട് പെരുമാറുന്നത്. ആരെ വിശ്വസിക്കണം, ആരെ അവിശ്വസിക്കണം, അതൊന്നും നിശ്ചയമില്ലാതായി. അലീനെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങളെ വിളിച്ചോ? ആ, വിളിക്കും. കുറെ ആശ്വാസവാക്കുകൾ പറയും. എല്ലാം ശരിയാവുന്നൊരു പ്രതീക്ഷ തോന്നിപ്പിക്കും. അവിടെ സംസാരിക്കുന്നേക്കുമ്പോ നമുക്ക് തോന്നും എല്ലാം ശരിയാകും, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തോന്നും. എവിടെ ശരിയാവാൻ? ശരിയുണ്ടായിട്ട് വേണ്ടേ? അവൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്, തെറ്റിപ്പോയതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അവളോട് സംസാരിച്ചപ്പോ എനിക്കും തോന്നും ഒരു മിറക്കിൾ സംഭവിച്ചേക്കും. പക്ഷേ ഇവിടെ വന്ന് ആന്റിയെ കണ്ട് സംസാരിക്കുമ്പോഴേക്കും സകല പ്രതീക്ഷ തകടം പറയും. ഈ ജന്മത്തെ ശരിയാവാൻ പോകണമെന്ന് തോന്നും. അത് തന്നെയല്ലേടാ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു ഈവൽ സ്പിരിറ്റ് ഈ കുടുംബത്തിന്റെ ഒത്ത് നടക്ക് നിൽക്കുന്ന പോലെയാ. ആ നേരിലടിച്ചു കഴിയുമ്പോ നമ്മള് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലോട്ട് വീണതുപോലെ തോന്നും. അത് ശരി ഞങ്ങളെ, പോസിറ്റീവായിട്ട് ഒരു വാക്ക് പോലും പറയാനില്ല. നമ്മൾ എത്ര നേരം സംസാരിച്ചാലും എടാ, സത്യം പറഞ്ഞ എനിക്ക് ജീവിതം മടുത്തറ. ഒരാഗ്രഹവും സാധിക്കാനില്ലാത്തവൻ എന്തിനാ ജീവിക്കുന്നത്? മക്കളുടെ ജീവിതം എവിടെയെങ്കിലും എത്തിക്കണ്ടേ? അതല്ല അച്ഛനമ്മമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം. എടാ മനു, ഈ അച്ഛനെന്ന് പറയുന്ന സംഗതി കല്ലിലോ മരത്തിലോ കുത്തിവെച്ച വിഗ്രഹമൊന്നുമല്ല. വേദനകളും സങ്കടങ്ങളും പരിഹാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും എതിർപ്പുകളും എല്ലാം തിരിച്ചറിയുന്ന വെറും ഒരു മനുഷ്യനാ പച്ച മനുഷ്യൻ. ഒരുക്കൊന്നും അല്ലടോ അയാളുടെ മനസ്സ്, ഹൃദയം. എനിക്ക് എന്നെ തന്നെ വേണ്ടാ തോന്നിയ പിന്നെ എനിക്ക് ആരും ഒന്നും അല്ലല്ലോ. അതാണ് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോ എനിക്കും വല്ലാത്ത വിഷമം തോന്നുന്നു. ഒരാഗ്രഹം ബാക്കിയുണ്ട്, ഇല്ലാന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. എന്റെ കയ്യില് ഒരു ബോംബുണ്ട്. അത് പൊട്ടിക്കണം. അത് പൊട്ടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അങ്ങൾ എങ്ങോട്ട് പോവാൻ? എങ്ങോട്ടാ പോകാൻ വയ്യാത്തത്? ആരെയും നോക്കണ്ടാത്തവൻ എവിടെയും പോവാം. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ദൂരത്തേക്കായിരിക്കണമെന്ന് മാത്രം. മതി ഞങ്ങളെ, ഇതൊന്നും പറയണ്ട. അങ്കിളോട് സന്തോഷമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നേ. അലീന എന്നോട് പറഞ്ഞു, അച്ഛൻ ആരുമില്ലാന്ന് തോന്നരുത്, അനുവട്ടം പോയി കാണണം, സംസാരിക്കണം. പുള്ളിക്കാരിക്ക് അത്രയും കരുതലുണ്ട്. അവിടെ ഒരു പപ്പയെ കിട്ടിയെന്ന് വെച്ച് അവിടെ ഒരിക്കൽ അങ്കിൾ എന്ന അച്ഛന്റെ സ്ഥാനം അതിന് മീതിയാണെന്ന് ഒരിക്കലും മറക്കരുത്. നമുക്ക് കൂടുതൽ സംസാരിക്കണമല്ലോ. ഞാൻ ഷോപ്പിലോട്ട് പോകാൻ ഇറങ്ങിയതാ. നീ വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവാം. ഞാൻ എന്തിനാണ് വെക്കുന്നേ? ആ, എന്നാ വാ. ഞാനേ വീട് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുക. എന്താണ് പെട്ടെന്നൊരു തീരുമാനം? ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഞാൻ വന്ന അന്ന് എന്നെ തിരിച്ചു പോകാൻ വേണ്ടി വന്നതല്ലേ. ഇപ്പൊ എത്ര ദിവസമായി? അവിടെ ചെന്നിട്ട് ധാരാളം ജോലി തീർക്കാനുണ്ടല്ലോ അല്ലേ? അതൊന്നും അല്ലടാ പോയി. റാണി മോൾ ഇപ്പൊ 2-3 പ്രാവശ്യം വിളിച്ചു. എന്നെ കാണാതിരുന്ന അവക്ക് പ്രശ്നം. ഒരു ദിവസം അവള് വയലന്റ് ആയെന്ന് ആൻസിയും വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാ. അലീനയെ കൊണ്ടുപോകുന്നുണ്ടോ? അതെന്നാ ചോദ്യമാണോ ലാലിച്ച? നിന്നോടൊരു വാക്ക് പറയാതെ ഞാൻ അവളെ കൊണ്ടുപോകും. അച്ഛനെ, ചിന്നമ്മയെ കൊണ്ടുപോയി എല്ലാരെയും പരിചയപ്പെടുത്താൻ ഒരാഗ്രഹമുണ്ടെന്ന് തോന്നി. ഇപ്പൊ കൊണ്ടുപോകുന്നില്ല. ആദ്യം ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ അവരോട് വിശദമായിട്ട് പറയട്ടെ. എന്നിട്ട് എല്ലാരും കൂടി യുദ്ധത്തിന് വാ. അതെന്നാ വർത്താനാ ലാലിച്ച?
ഞാൻ അവരെയൊക്കെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയാ പോകുന്നത്. റോബിൻസനാണെങ്കിൽ എന്നും വിളിയാ, വരുന്നില്ലേ വരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്തിനാ? അവൻ ഇവിടുത്തെ വിവരങ്ങൾ അറിയണം. അറിയേണ്ടവരോടൊക്കെ ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ നേരിട്ട് പറയാം. എടാ മോനെ, അവർക്ക് സത്യാവസ്ഥകൾ അറിയത്തില്ലല്ലോ. ഫോണിൽ കൂടെ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. അതാ ഞാനങ്ങ് പോയേക്കാമെന്ന് വെച്ചേ. പോകാൻ നേരത്ത് അപ്പച്ചൻ അലീനയെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതെല്ലാം ഞാൻ അവക്ക് വേണ്ട പോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്ത് പറഞ്ഞു കൊടുത്തു? അവളെ കൊണ്ട് എനിക്കെതിരെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളാനോ? എടാ മോനെ, ഞാൻ അങ്ങനെ വല്ലതും പറയുമോ? നോക്കിയും കണ്ടും നിന്നോളെന്നാ പറഞ്ഞേക്കുന്നേ. അങ്ങനെയല്ല പറയേണ്ടത്. ഇവിടുത്തെ ഡിസിപ്ലിൻ തെറ്റിക്കരുതെന്ന്. എന്റെ നേരെ ആർഗ്യുമെന്റ് നിൽക്കരുത്. ഐ പ്രിഫർ ഓൺലി മോസ്റ്റ് ഒബീഡിയന്റ് ആൻഡ് വെൽ ബിഹേവ്ഡ് ഡോട്ടർ. അനുസരണയില്ലാത്ത മകൾ എനിക്കൊരു തലവേദനയാകും എന്നും പറയണം. എടാ ലാരിസ, അവള് നിന്നെ പോലെ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയി വന്നതല്ലല്ലോ. ഒരു അനാഥാലയത്തിൽ നിന്ന് വന്ന പെങ്കൊച്ചല്ലേ, അത് നീ മറക്കരുത്. അലീന തന്നെ അത് 100 വട്ടം പറയുന്നുണ്ട്. ഇനി അപ്പച്ചനും കൂടി റിപ്പീറ്റ് ചെയ്യാതെ. എടാ, അവള് പറയുന്നതാണോ കുറ്റം? അവൾ അവിടെ നിന്നല്ലേ വന്നത്? അവളെ പട്ടാളത്തിട്ട് പഠിപ്പിക്കുന്നതാണോ എളുപ്പം, അതോ അവള് പറയുന്നതിനും കൂടി ചെവി കൊടുക്കുന്നതാണോ? എന്നെ ധിക്കരിച്ചോട് എന്ത് ചെയ്താലും എനിക്കിഷ്ടമല്ല. അവൾക്കിവിടെ എന്തിന്റെ കുറവാ? ഓ, നിന്നോട് തർക്കിക്കാൻ എനിക്കും ഇഷ്ടമല്ല. ഞാൻ പോയി വന്നിട്ട് ബാക്കി പറയാം. പോയിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ? ഇതെന്നാ ചോദ്യമല്ലോ അലിഷ? ഞാൻ വരണ്ടേ? ഒരു പോക്ക് അങ്ങ് പോയാ മതിയോ? പോയാ പിന്നെ 3-4 മാസത്തേക്ക് ഈ വഴിക്ക് വരാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചോ. ഇവിടെ ഒരു പെങ്കൊച്ചില്ലേ, സിംഹത്തിന്റെ അടുത്ത് ആട്ടിൻകുട്ടിയെ വിട്ടിട്ട് പോകുന്ന പോലെയല്ലേ? ആര്? അലീനയാണോ ആട്ടിൻകുട്ടി? കൊള്ളാം. കഴിഞ്ഞ ദിവസം അവളൊരു പുലി പോലെയല്ലേ പൗലോസിന് നേരെ ചെന്നത്? അലിഷ, അവള് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാ. കടത്തിനെ കിടക്കുന്ന പിച്ചക്കാരന്റെ കൊച്ചല്ല. അതാദ്യം നീ മനസ്സിലാക്കണം. മനസ്സിലായി. അപ്പച്ച പോവാൻ നോക്ക്. പെട്രോൾ അടിക്കാൻ വേണമെങ്കിൽ ഈ അലമാരി നടത്തോ. പിന്നെ എനിക്ക് നിന്റെ ഔദാര്യം വേണ്ടേ എന്റെ കാറിന്റെ പെട്രോൾ അടിക്കാൻ? ഞാൻ ഇപ്പോഴും കൊട്ടാര മറ്റത്തിൽ അവതക്കുട്ടി തന്നെയാ. ശരീരം ഇത്തിരി മെരിഞ്ഞതേ ഉള്ളൂ. കാശിന് ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല. നിനക്ക് വല്ലതും വേണമെങ്കിൽ എന്നോട് ചോദിക്ക്. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. നിന്നെ അല്ലേ അപ്പൻ കുറയ്ക്കാൻ പറ്റൂ? ഞാൻ പോയിട്ട് വരാം. ഇനി ഞാൻ പോട്ടെ മോളെ. വന്ന അന്ന് തന്നെ തിരിച്ചു പോകാനിരുന്നാണോ? ഇപ്പൊ ദിവസം എത്രയും? ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞെങ്കിൽ വരാമെന്നേ. എന്നാ പിന്നെ എന്തിനാ പോകുന്ന? അതെ, ഞാൻ ചെല്ലാൻ കാത്തിരിക്കുക ഓരോരുത്തന്മാരും. വേറെ ആരുമല്ല, എന്റെ മക്കളും അവരുടെ ഭാര്യമാരും. എന്നേത്തിനാ? നിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാ. ലാലിച്ചനോട് ചോദിക്കാൻ അവർക്ക് പേടിയാ. വല്യപ്പച്ചൻ അവിടെ ചെന്നിട്ട് എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതോ, ലാലിച്ചൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് മലങ്കര യക്ഷിയാ. അവള് എല്ലാം നശിപ്പിക്കാൻ വേണ്ടി വന്നവളാ. അവളെ കാണുമ്പം തന്നെ ലാലിച്ചന്റെ മുട്ടുകാല് കൂട്ടിയിരിക്കുക. ഇത്രയും പറഞ്ഞാ പോരെ? ധാരാളം മതി. എല്ലാരും ഒന്ന് ഞെട്ടട്ടെ. പിന്നല്ലാതെ ആരും ഇങ്ങോട്ട് വരാതിരുന്നാ പോരെ? വല്യപ്പച്ചൻ ഇനി വരാതിരിക്കുമെന്നാ എന്റെ സംശയം. എന്റെ മോളെ, എനിക്ക് വേണേ ഇന്ന് തന്നെ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ഈ പുനലൂർ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് ദൂരെയൊന്നും അല്ല. എനിക്ക് അവിടെ ചെന്നിട്ട് വേറെ ചില ഇടപാടുകൾ ഉള്ളത് കൊണ്ട്. സത്യം പറഞ്ഞ വല്യപ്പച്ചൻ പോകുന്നതോടെ ഞാനിവിടെ ഒറ്റയ്ക്കായി പോകും. ഞാനും കേണലും തമ്മിൽ പിണക്കാണെന്ന് അറിയാലോ. കേണലിന്റെ ജോലിക്കാർക്ക് എന്നെ കണ്ടുകൂടാ.
മോളെ, തൽക്കാലം നീ അവരോട് കുസ്തി പിടിക്കാൻ പോകണ്ട. അടുക്കളയിൽ കയറിയും വേണ്ട. ലാലിച്ചിനോട് തർക്കിക്കാനും നിൽക്കണ്ട. പക്ഷേ ഞാൻ സമരം തുടങ്ങും. നീ ഒറ്റയ്ക്ക് ഇവിടെ എന്തോന്ന് സമരം ചെയ്യാനാ? ഈ മുറ്റത്ത് കൊടിയും പിടിച്ചോണ്ട് നിന്ന് ലാലിച്ചിനെതിരെ മുദ്രാവാക്യം വിളിക്കോ? അതൊന്നുമല്ല, ഞാൻ വേറൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. വല്യപ്പച്ചൻ പോയിട്ട് വാ. അടുത്ത തവണ നമുക്ക് ഒന്നിച്ച് വേണം തറവാട്ടിലോട്ട് പോകാൻ. നിനക്ക് നിന്റെ അപ്പന്റെ തറവാട് കാണണ്ടേ? ആദ്യം ഞാൻ ഇവിടെ ഒന്ന് കാലം ഉറപ്പിച്ചോട്ടെ, എന്നിട്ട് മതി. ശരി, എന്നാ ഞാൻ പോട്ടെ മോളെ. ഉം.